സിന്ധു നദീജല കരാർ ക്യുക്ക് റീഡിംഗ് 1960 സെപ്റ്റംബർ 19 ഒപ്പുവെച്ചു. ഇന്ത്യയിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധുവിൻ്റെയും അതിൻ്റെ പോഷക നദികളിലെയും ജലവിനിയോഗത്തെ സംബന്ധിച്ച കരാർ ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ഒപ്പുവെച്ചു. കരാർ പ്രകാരം കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്ക്, പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ്, ചലം എന്നീ നദികളിലെ ജലം പാകിസ്ഥാനും. സിന്ധു നദീജലത്തിൻ്റെ 20 മുതൽ 30% ഇന്ത്യക്കും 70 മുതൽ 80% പാകിസ്ഥാനും. പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധ് കാർഷിക മേഖലയ്ക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്നു. പാകിസ്ഥാൻ്റെ കൃഷി, ജനജീവിതം, സമ്പദ് വ്യവസ്ഥ എന്നിവയെ കരാർ സ്വാധീനിച്ചു. 1948 ജലപ്രവാഹം ഇന്ത്യ നിർത്തിവച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ UN-ൽ പരാതി നൽകി. തുടർച്ചയായ ചർച്ചകൾക്ക് ശേഷം 1960 സെപ്റ്റംബർ 19 കരാറിൽ ഒപ്പുവെച്ചു. 1965 ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം, 1971 ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിന് കാരണമായ യുദ്ധം, 1999 കാർഗിൽ യുദ്ധം, 2001 പാർലമെൻറ്റ് ആക്രമണം, 2016 ഉറി ആക്രമണം, 2019 പുൽവാമ ഭീകരാക്രമണം എന്നീ സമയങ്ങളിലൊന്നും ഇളക്കം തട്ടാതിരുന്ന സിന്ധു നദീജല കരാർ 2025 ഏപ്രിൽ 21 പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ റദ്ദാക്കി.